ആലോചിച്ച് നിൽക്കാതെ വാങ്ങിക്കോട്ടെ. പാചകം പഠിക്കണമെന്ന് പറയുന്നു. കൈകൊള്ളാതെ സൂക്ഷിക്കും. സൂക്ഷിച്ചോളാം, നിങ്ങൾ പൊക്കോ. ഇവനെങ്ങോട്ട് പോയി? ഇത്രയും പ്രശ്നങ്ങൾ പോരെ നിനക്ക്? എന്താ കല്യാണ പെണ്ണിന്റെ കൈ പിടിച്ചു വലിയ? നിങ്ങൾ തമ്മിൽ പ്രേമോ ഇല്ലേ? അപ്പൊ പിന്നെ ഓടിപ്പോന്ന് പറഞ്ഞതോ? അത് അവളോട് തന്നെ ചോദിക്കണം. ഞാൻ പോയി ചോദിക്കണം. വായി നോക്കി ചേട്ടാ, ആടെല്ലാം വെളിയിൽ നിൽക്കുന്നു, അകത്തെന്താ ചെയ്യുന്നത്? വെളിയിലുള്ളത് ചിലത് അകത്ത് വന്നു ചേട്ടാ, ഞാൻ നോക്കിക്കോളാം. അയ്യോ നിങ്ങളല്ലേ സാർ, നിങ്ങളെ ഞാൻ അങ്ങനെ വിളിക്കുമോ? മുരുകേശ, എന്താ സിനിമയാണോ ഇടാമോ? എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവും സാർ. ആർക്കാടോ? നിങ്ങൾക്കും നഴ്സിനോ? എനിക്ക് ടെൻഷൻ കൂട്ടാ. എന്റെ പാർട്ട്ണർ എഴുന്നേൽക്കണം, എന്നാലേ ഇത് ഓപ്പൺ ആവൂ. ഇതിൽ എന്താ ഉള്ളതെന്ന് അറിയാമോ? അറിയില്ല സാർ. എന്താ ഡോക്ടർ ഇത്? എവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന കാര്യം മാത്രം സാറിന് അറിയാം. എന്തുമാത്രം മിശ്രം നടന്നെന്നും എത്ര രൂപ ബാങ്കിലുണ്ടെന്നും ഈ ലാപ്ടോപ്പിൽ നോക്കിയാൽ അറിയാം. ആ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു സാർ. ഡോണ്ട് വറി സാർ. നിങ്ങൾക്ക് ഒരു ദിവസം സമയം തരാം. അതിനുള്ളിൽ എന്റെ പാർട്ണർ എഴുന്നേറ്റിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ കാണേണ്ടി വരും. മനസ്സിലായോ? സാർ മെമ്മറി വരും സാർ. മെമ്മറി വന്നാലുടൻ ഈ ബട്ടൺ പ്രസ് ചെയ്യും സാർ. മെമ്മറി വന്നാലുടൻ ബട്ടൺ ഞെക്ക്. നീ എന്റെ കൂടെ വാ. കോച്ചാ വന്നാലേ ഞെക്ക്. കഷ്ടം. ഇരിക്കുന്ന ഇരിപ്പ് കണ്ട് പഞ്ചപാവം. എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് എനിക്കറിയാം. അറിയാമോ? ഇതല്ല, നീ എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം. എടി, ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുന്ന അറിയോ? ആദ്യം നീ പറയ്. എന്ത് പറയാ? നീ എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറയ്. അതൊക്കെ പിന്നെ, ആദ്യം കോഡ് പറയടി. എനിക്കത് ആദ്യം. ശരി, പറയാം. എന്ത് പറയാം? അത് തന്നെ പ്രേമിക്കുന്നെന്ന്. പാസ്വേഡ് പറ. എന്നാ കിസ് ചെയ്. നിന്നെ കിസ് ചെയ്ത് ഓപ്പൺ ആവൂ? ഇല്ല, നീ എന്നെ സ്നേഹിക്കുന്നു കൺഫേം ആവും. കേട്ടോ ജനങ്ങളെ, സ്വന്തം ചേട്ടന്റെ അരികിലിരുന്നുണ്ട് പെങ്ങള് പറയുന്നത് പറച്ചില് കേട്ടോ? ശരി, ഇവിടെ തന്നെ. എന്റെ ചേട്ടന്റെ ഫിംഗർ പ്രിന്റ് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന കോഡ്. നീ ഒരു ലൂസാണെന്നാ വിചാരിച്ച്. നീ ഒരു ക്രിമിനൽ ആടി. താങ്ക്സ് ഡാ. ഇത് ഡയമണ്ടിന്റെ റോ മെറ്റീരിയൽ കിംബർലൈറ്റ്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ മാത്രമേ കിട്ടൂവെന്നാണ് വിശ്വാസം. എന്നാൽ ഇന്ത്യയിലും കിട്ടും. ഇത് ഖനനം ചെയ്യുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് അനുവാദം തരില്ല. എന്തെന്നാൽ കിംബർലൈറ്റ് ഖനനം ചെയ്തെടുത്താൽ ആ ഭാഗത്ത് ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ രഹസ്യമായി വച്ചിരുന്ന രേഖകൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. കണ്ടോ നിന്റെ ചേട്ടൻ ഗവൺമെന്റ് അറിയാതെ ഇന്ന് അന്യായത്തെ? ഒടുങ്ങിയാൽ ഉറപ്പായിട്ട് അഴിയുന്നു. ഞാനെന്റെ അച്ഛനെ തേടിയാ വന്നേ. എന്നാ സൂപ്പർ മാറ്റർ കയ്യിൽ കിട്ടി. വെക്കും നിന്റെ ചേട്ടൻ ഒരു പാര. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ, ഇവിടെ എന്നാ ചെയ്യുന്നേ? ഓർമ്മ തിരിച്ചു കിട്ടിയോ? ഓർമ്മ തിരിച്ചു കിട്ടി. അമർത്ത്. അവനല്ലേ? അവൻ തന്നെയല്ലേ? ചേട്ടാ നിങ്ങൾക്ക് അറിയില്ല? പറ, അവനല്ലേ? അയ്യോ, മാറിക്കോ. ദേ കൈ ചൂണ്ടുന്നു. ഭഗവാനേ, ഏഴുമലവാസ വെങ്കടേശ്വര ഗോവിന്ദ. അയ്യോ, ഭഗവാൻ നമ്മളെ രക്ഷിച്ചു. ഭഗവാനെ കൈ കാണിച്ച് കണ്ടില്ലേ? എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വന്നു. വളരെ നന്ദി ഡോക്ടർ. അത് വേറൊന്നും കൊണ്ടല്ല, അനീറ്റയുടെ കല്യാണം നല്ല രീതിയിൽ നടന്നാൽ മല കയറി നടന്ന് ഇന്ന് മൊട്ടയടിക്കാമെന്ന് നേർച്ച നിർത്തി. എവിടെ ഇനി മൊട്ടയടിക്കുന്നേ? അതിനു മുമ്പ് ട്രെയിൻ വന്ന് മൊത്തമായി അടിച്ചോണ്ട് പോയല്ലോ. രണ്ടുപേരും അവിടെ നിൽക്കുവാണ്. ഓ, സമാധാനം ഇരിക്കെ. സ്വാമി അവിടെ തന്നെ ഉണ്ട് ഡോക്ടർ. ഓ, വേറെ വഴിയില്ലല്ലോ. ഗോവിന്ദ. ഗോവിന്ദ.
നശിപ്പിക്കല്ലേ. പാസ്വേഡ് അറിയുന്ന ഒരേ ഒരാളിന്റെ ഇരിപ്പ് കണ്ടില്ലേ സാർ? ഇങ്ങോട്ട് വാ. എങ്ങോട്ടാ പിടിച്ചോണ്ട് എന്റെ വീട്ടിലെ വഴി എനിക്കല്ലേ അറിയൂ. ചേട്ടാ, ആ ശിവദാസന്റെ മോൻ ഇവിടെ ഉണ്ട്. അവനോ പിടിക്കേ. നിക്കവിടെ. എവിടെ പോയി? എന്നെ കൂട്ടിക്കൊണ്ട് പോന്ന് വിചാരിച്ചിട്ടിപ്പോ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോണേ. നീ കൂടുതൽ സംസാരിക്കണ്ട, വാ. പുറകെ തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? പിടിച്ച കൊണ്ടുപോയി താലി കെട്ടിക്കും. കെട്ടിക്കോ? അപ്പൊ നീ എസ്കേപ്പ്ഡാ. എന്നെ പ്രേമിക്കുന്നു, കൂട്ടിക്കൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അത് പാസ്വേഡ് അറിയാൻ വേണ്ടിയായിരുന്നല്ലേ? എന്റെ മുമ്പിൽ വേഷം കെട്ടല്ലേ. ശരി, വാ. കല്യാണം നടക്കരുത്, അതല്ലേ? കല്യാണം നടക്കില്ല. എങ്ങനെ? അതിനുള്ളിൽ പോ. കൂടിനുള്ളിൽ കയറിയ കല്യാണം മുടങ്ങൂ? ചുമ്മാ ചോദ്യം ചോദിക്കാതെ പോ. നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഇത് കേൾക്ക്, ഈ കല്യാണം നടക്കില്ല. ഞാൻ വരും, നിന്നെ കൂട്ടിക്കൊണ്ട് പോ. സൂക്ഷിക്കണം. മൊഴമൊഴന്ന് യമ്മായമ്മ, മൊഴമൊഴന്ന് യമ്മായമ്മ, മൊഴമൊഴന്ന് യമ്മായമ്മ, മൊഴമൊഴന്ന് യമ്മായമ്മ. നീയും ഞാനും ജോഡിയാ ചേർന്ന് നമുക്കാടിടാം, അട്ടമാടും വേളയിൽ ആശീർവാദം നേടിടാം. മൊഴമൊഴന്ന് യമ്മായമ്മ, മൊഴമൊഴന്ന് യമ്മായമ്മ. മെല്ലെ മെല്ലെ വന്നിടുമോ, നല്ലൊരുമ്മ തന്നിടുമോ, പുന്നാരം കിളി പാടുമോ, നീ കുഴപ്പത്തരം കാട്ടുമോ, നീ ചൊല്ലടി വേഗം ചൊല്ലടി പൈങ്കിളി, നീ എല്ലാം ഇപ്പോൾ സമ്മതമാ. മൊഴമൊഴന്ന് യമ്മായമ്മ, മൊഴമൊഴന്ന് യമ്മായമ്മ. ഷടപടാന്ന് നടക്കുമോ, കുടുകുടാന്ന് ചിരിക്കുമോ, എടുപ്പിടീന്ന് ഇരിക്കുമോ, പടപടാന്ന് കുടയുമോ, മൊഴമൊഴന്ന് യമ്മായമ്മ, മൊഴമൊഴന്ന് യമ്മായമ്മ. പമ്പരമായി ചുറ്റുമേ, വജ്രമായി മിന്നുമേ, മന്ദരമായി മയക്കിടുന്നേ തോഴ, എന്തടാ തോഴ, മനസ്സ് മൊത്തം ഇപ്പോഴും നിനക്ക്. മൊഴമൊഴന്ന് യമ്മായമ്മ, മൊഴമൊഴന്ന് യമ്മായമ്മ. യമ്മായമ്മ, മൊഴമൊഴന്ന് യമ്മായമ്മ. ചുറ്റി വരും റെയിൽ വണ്ടി നിർത്തിയിടും കയ്യെ തട്ടി, ഒരേയൊരു മനസ്സ് മാത്രം ജില്ല് ജില്ലെന്നടിക്കണല്ലോ. എന്താ ആഹാ എന്താ ഉല്ലാസത്തിൻ തേരിൽ വരും സന്തോഷത്താൽ. മൊഴമൊഴന്ന് മൊഴമൊഴന്ന് ഏകാദോരമായി എന്തോ ശബ്ദം നീ അരികെ നിൽക്കുന്നേരം കൈവിരലാൽ കണ്ണെ പൊത്തും കാമനകൾ തൊട്ടുണക്കും. വാടാ എടാ വാടാ എന്നരികിൽ നിന്നുടലിൽ ചേർന്നിരിക്കാം. മൊഴമൊഴന്ന് യമ്മായമ്മ, മൊഴമൊഴന്ന് യമ്മായമ്മ. നീയും ഞാൻ ജോഡിയാ
ആട്ടമാടും വേളയിൽ ആശീർവാദം നേടിടാം മുഴമഴന്ന് യമ്മായമ്മ മുഴമഴന്ന് യമ്മായമ്മ ഇഞ്ചി മിഠായി ഇടുപ്പഴകി ചന്ദന നിറ ഉടലഴകി തുമ്പമലർ പല്ലഴകി പേടമാൻ കണ്ണഴകി റാണി മനസ്സ് വാങ്ങി എവിടെ വച്ചു ചൊല്ലു വേഗം എന്റെ കാതിൽ ചടപടാന്ന് നടക്കുമോ കൂടുകൂടാന്ന് ചിരിക്കുമോ എടുപിടിന്ന് ഇരിക്കുമോ പടപടാന്ന് കുടയുമോ മുഴമുഴന്ന് യമ്മായമ്മ മുഴമുഴന്ന് യമ്മായമ്മ കുറ്റാലത്ത് കളിച്ചിടാം തേക്കട്ടയിൽ തോർത്തിടാം കാനൂരിൽ പോയി ഒളിച്ചിടാം കുളനടയിൽ തേടിച്ചെല്ലാം ഗോവ ബാബ ഗോവേ ലോടിയെത്താം പാണ്ടിയോട്ടം പാടി വരാം മുഴമുഴന്ന് യമ്മായമ്മ മുഴമുഴന്ന് യമ്മായമ്മ മുഴമുഴന്ന് യമ്മായമ്മ മുഴമുഴന്ന് യമ്മായമ്മ നിന്റെ സഹോദരനെ കുത്തിയത് വിഷത്തേനീച്ചയാണ്. വിഷം ശരീരത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു. അവനിപ്പോൾ വളരെ ക്ഷീണിതനാണ്. അവനെ രക്ഷിക്കാൻ പഴച്ചാറുകൾ ചേർത്ത ഒരു ഔഷധമുണ്ട്. അത് 45 ദിവസം പുരട്ടിയാൽ അവൻ രക്ഷപ്പെടും. ഇങ്ങനെയല്ലേ അടിച്ചത്? ഡോക്ടർ സർ, അത് ആക്സിഡന്റ് അല്ല, ഒരുത്തൻ ചെയ്തതാണ്. ആരാ ഇത്ര ക്രൂരത കാണിച്ചത്? അതിൽ ക്രൂരമായിട്ട് ഞാൻ ചെയ്യും. നിന്റെ ഭർത്താവിനെ അടിച്ചില്ലേ? അവൻ എവിടെ അടി? ആ ശിവദാസന്റെ മോൻ എവിടെ? അവരോട് എന്തിനാ ചോദിക്കുന്നേ? ഞാൻ പറയാം. എന്താടി വീണ്ടും ഭഗവാനാ? ഗോവിന്ദ 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 ഗോവിന്ദ. എന്റെ റൂമിൽ ഒരു സാരി കിടപ്പുണ്ട്, അത് ഉടുത്തോണ്ട് വാ, അപ്പൊ ഞാൻ പറയാം. ഏയ് എന്താ കൊച്ചി മുഴുവൻ സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തിനെ പിടിക്കാൻ കഴിവില്ലേ തനിക്ക്? പോയി അന്വേഷിക്ക്, കണ്ടുപിടിക്ക്, അപ്പോഴറിയാം അവൻ ആരാണെന്ന്. ലോറി എടുത്തോണ്ട് വന്ന് കയറ്റിക്കൊണ്ട് പോവാനാ പറയുന്നത്. ലാപ്ടോപ്പ് തുറന്നു. 10 നിമിഷം മതി. അവനെ കൊന്നിട്ട് ഞാൻ വരുള്ളൂ. വണ്ടിയിടറാ, ഇവനെ അകത്ത് കൊണ്ടുപോയി പൂട്ടിയിടറാ. എടുക്കണ ബാഗ്. എല്ലാം കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. എനിക്കവനെ കാണിച്ചതാ. ഇവനാണോ ശിവദാസന്റെ മോൻ? ഇവനാണോ? പറയടാ പാർട്ണർ. ഇവനാണോ? ഇവനോ? അല്ല. ഇവനാണോ പാർട്ണർ? കമോൺ പറയൂ പാർട്ണർ. അല്ല. ഇവനാണോ? ഇവനാണോ? ഇവനാണോന്ന്? ഇവനല്ല. മൂത്രൊഴിക്കാൻ കേട്ട നേരം. വാടാ. ഇവനെ നോക്കി പറയേ പാർട്ണർ. ശരിക്കും സൂക്ഷിച്ചു നോക്ക്. ആണോ പാർട്ണർ? ഇവനെ നോക്കി. ആരാടാ ഫാൻ ഓൺ ചെയ്ത്? സാറിന്റെ മുഖത്ത് പൊടിയത് കണ്ടില്ലേ? പാർട്ണർ കേൾക്കുന്നില്ല. അയ്യോ, സൗണ്ട് കട്ടാ. എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. ഇവനാണോ? ഇവനാണോ അവൻ? പറയ് പാർട്ണർ. ഇതെങ്ങനെയാണോ ഊരി പോയത്? ഇവനാണോ? സൂപ്പർ സൗണ്ട് വന്നല്ലോ സാർ. എന്താ സാർ? അയ്യോ, ഈ വയർ എവിടെ കുത്തണമെന്ന് അറിയില്ലല്ലോ.